കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ കണ്ണന്റെ മുന്നിൽ വെച്ച് പോലും ഗർഭിണിയാണെന്ന് അവള് പറഞ്ഞില്ലേ? അതിൽ പര ഒരു ചതി വേറെ ഉണ്ടോ? ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തണമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. എന്നിട്ട് അവള് സമ്മതിച്ചോ? എന്തുകൊണ്ടാ സമ്മതിക്കാതിരുന്നതെന്നൊക്കെ അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? ഡോക്ടർ സുഷമയെ അവള് വശത്താക്കി പ്രഗ്നൻസി കിറ്റില് കള്ളം കാണിച്ചു. ഇത്രയൊക്കെ ചെയ്ത അവളെ ഇനി ഈ വീട്ടിൽ മരുമകളായിട്ട് വാഴിക്കണമെന്ന് അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ ഇത്രയും ചെയ്തവള് നാളെ എന്തൊക്കെ കള്ളത്തരം ചെയ്യില്ലെന്ന് ആര് കണ്ടു? ആരുടെയെങ്കിലും കുഞ്ഞിനെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് പറയാനും അവള് മടിക്കില്ല. ഡികെയുടെ മനസ്സിനെ അവള് തകർത്ത് കളഞ്ഞില്ലേ? ഒരച്ഛനാകാനുള്ള ആഗ്രഹത്തെ അപമാനിച്ചില്ലേ? വെറുതെ അല്ല ഡികെ ആദ്യം തൊട്ടേ ഈ ഗർഭത്തിന്റെ കഥ വിശ്വസിക്കാതിരുന്നതെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? ഭാര്യ ഗർഭിണിയായാൽ അത് കൃത്യമായി അറിയുന്നയാള് ഭർത്താവ് തന്നെയാ. ഡികെ അമ്മ എന്തെല്ലാം കുറ്റം പറഞ്ഞു, അതെല്ലാം അവളുടെ പ്ലാൻ ആയിരുന്നില്ലേ? അമ്മേ, താര പറഞ്ഞതുപോലെ ഇനി അവളെ ഇവിടെ താമസിപ്പിക്കണമെന്ന് അമ്മയൊന്ന് ആലോചിക്കും. ഞങ്ങൾക്ക് ആദ്യമേ നല്ല സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ സംശയം പറഞ്ഞതൊക്കെ. അപ്പോ ഞങ്ങൾ അമ്മയുടെ ശത്രുക്കളായി, ഈ വീടിനെതിരെ ചിന്തിക്കുന്നവരായി. ഈ മുറ്റത്ത് കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന കാണാൻ അമ്മയെ പോലെ തന്നെ ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട്. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാലും അത് ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ ഞങ്ങൾ കാണും. അതിനേക്കാൾ എല്ലാം അപ്പുറം അവള് ചതിച്ചത് അമ്മയാണ്. അവൾക്ക് വേണ്ടിയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയും അമ്മ എത്ര പ്രാർത്ഥിച്ചു. രഹസ്യമായിട്ടെങ്കിലും ഞാൻ ഗർഭിണിയല്ലെന്ന് അവൾക്ക് അമ്മയോട് പറയായിരുന്നില്ലേ? ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിച്ചത് അവളെ ആയിരുന്നില്ലേ? എന്നിട്ടും അവളെ ഈ പാവ അമ്മ ചതിച്ചു, വെറും പാവയാക്കി, പമ്പര വിട്ടിയാക്കി. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും ഒരു വിലയില്ലാണ്ടായി. ഇതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തേ പറ്റൂ. അവളെ തൽക്കാലം ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. അമ്മേ, ഈ നാണക്കേട് ഇനിയും നമ്മൾ ചുമക്കണോ? ഡികെ എത്രയോ കാലം ഡിപ്രഷനിൽ ജീവിച്ച വ്യക്തിയാ. അതെ അമ്മേ, സുപ്രിയാന്റി മരിച്ചപ്പോ എത്രയോ നാളാ മുറിയിൽ പുറത്തു പോലും ഇറങ്ങാണ്ട് ജീവിച്ച ആളാ. അതിനേക്കാളും വലിയ ഷോക്കായിരിക്കും ഡികെക്ക് ഇത്. വെറുതെ വാശിക്ക് വേണ്ടി ജ്യോതിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതല്ലാതെ ഡികെ ജ്യോതിയെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. ഇനിയും ഇത് കാരണം ഡികെ ഒരു ഡിപ്രഷനിലേക്ക് പോയാൽ കുറച്ചു ദിവസം ഡികെ അവളെ കാണാതിരിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് തൽക്കാലം അമ്മ ജ്യോതിയോട് സരോവരത്തിലേക്ക് തിരിച്ചു പോകാൻ പറയണം. അമ്മേ, ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാ മതി, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ. എന്തു വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അവള് ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റൂ. യു ഗോ. ഐ തിങ്ക് ഇതില്ലെങ്കിലും അമ്മ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതാ നല്ലത്. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു. ഇനിയല്ല അമ്മയുടെ ഇഷ്ടം. ഡികെയുടെ ഭാര്യയായിട്ട് തുടരാൻ അവൾക്കിനി യോഗ്യതയുണ്ടോന്ന് അമ്മ തന്നെ ഒന്ന് ആലോചിക്ക. അല്ലെങ്കിൽ അമ്മയുടെ ലിറ്റിൽ കണ്ണനോട് തന്നെ ചോദിക്ക. ഉത്തരം കണ്ണൻ പറയും. കണ്ണ, അവര് പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ നിന്നെ ചതിച്ചവളെ ഇനി ഇവിടെ താമസിപ്പിക്കണം. ആ കുഞ്ഞിന്റെ മുഖം നിന്റെ മുഖമായിട്ട് ഞാൻ സങ്കല്പിച്ചു പോയി. എന്റെ കണ്ണ, ചതിയായിരുന്നല്ലോ കണ്ണ, ചതി. എന്താ അമ്മ ഇത്?
അവര് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അത് അവരുടെ മനസ്സിലിരിപ്പല്ലേ. അതിന് പിന്നിൽ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും ഉണ്ട്. അപ്പോ അവളീ പറഞ്ഞതും കാണിച്ചതും അഭിനയിച്ചതും എല്ലാം ശരിയെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും അല്ലമ്മേ. പക്ഷെ അതിന് ഞാനും ഒരു കാരണക്കാരിയാ. അമ്മയും ഇവിടെയുള്ള എല്ലാവരും കാരണക്കാരാ. ഹരിപ്രിയയെ സുപ്രിയയാക്കി അവൾക്ക് മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചതിൽ എല്ലാവർക്കും പങ്കുണ്ട്. ഭർത്താവിന്റെ മരിച്ചുപോയ ഭാര്യ തിരിച്ചു വന്നാൽ ഏത് രണ്ടാം ഭാര്യയ്ക്കാ അത് ഇഷ്ടപ്പെടുക? ഞാനാണെങ്കിൽ വന്നപ്പോ മുതലേ ഏട്ടനെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുകയും ചെയ്തു. അതൊക്കെ കണ്ടപ്പോ സ്വന്തം ഭർത്താവ് തന്നിൽ നിന്ന് അകന്നു പോകൂ, ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെടുമെന്നൊക്കെ ആ പാവം ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു കുഞ്ഞ് ജനിച്ച ഭർത്താവിന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് ആ പാവം വിചാരിച്ചു കാണും. അതിനുവേണ്ടി കാട്ടിക്കുട്ടിയ മണ്ടത്തരങ്ങളായി മാത്രമേ അമ്മ ഇതിനെ കണക്കാക്കാവൂ. ദേ, ഏട്ടന്റെ ലൈഫിൽ നിന്ന് ഒരിക്കലും അമ്മ ജ്യോതിയെ ഇറക്കി വിടരുത്. കാരണം ഏട്ടനെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ ഒരാൾ ജ്യോതിയാ. അമ്മേ, ജ്യോതി കള്ളം പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിച്ചത് നമ്മളാ. അതൊരവസരമായിട്ട് അവളും കരുതി കാണും. അത്രേ ഉള്ളൂ. ഈ കണ്ണം പോലും എത്ര കള്ളം പറഞ്ഞതാ. അശ്വത്ഥാമാ ഹത എന്ന് കള്ളം പറഞ്ഞിട്ടല്ലേ ദ്രോണാചാര്യരെ പോലും വീഴ്ത്തിയത്. അമ്മേ, എന്തെല്ലാം കള്ളക്കളികൾ കളിച്ചയാളാ അമ്മയുടെ ഈ കണ്ണൻ. അതിനേക്കാളും വലുതാണോ ജ്യോതി കാണിച്ച ഈ ചെറിയൊരു കള്ളത്തരം? ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടിയല്ലേ അമ്മേ അവൾ ഇതൊക്കെ ചെയ്തത്. അമ്മേ, അമ്മ ക്ഷമിക്കണം. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഉണ്ണിക്കണ്ണനെ പോലൊരു കുഞ്ഞിനെ അവൾ അമ്മയ്ക്ക് തരും. എനിക്കത് ഉറപ്പാ. അമ്മ അവളോട് ക്ഷമിച്ചേക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അയ്യോ സുധേട്ടാ, എന്താ പറ്റി ജയപ്രകാശ്? ഒന്നുമില്ല, നീ ഇങ്ങനെ വെപ്രാളപ്പെടണ്ട. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നേ? സത്യം പറ സുധേട്ടാ, എന്താ ഉണ്ടായേ? എല്ലാം വിശദമായിട്ട് പറയാം. അകത്തിരിക്കാം. പതുക്കെ. പതുക്കെ. സുധേട്ടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല ആന്റി, ഇതൊക്കെ അങ്കിളിന് കൊടുക്കാനുള്ള മരുന്നാ. കഴിക്കേണ്ട വിധമൊക്കെ ആ കവറിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആശുപത്രി കൊണ്ടുപോയോ? ജയപ്രകാശ്, നീ എങ്കിലും ഒന്ന് തുറന്നു പറയേ. ആന്റി പേടിക്കണ്ട, ഓട്ടോ സ്റ്റാൻഡിലൊന്ന് മയങ്ങി വീണതാ. മയങ്ങി വീണോ? അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. വിവരറിഞ്ഞ് ഞാൻ ചെന്നപ്പോ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കായിരുന്നു. ഇപ്പോഴും പോരാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്കിള് നിർബന്ധിച്ചതുകൊണ്ട് വിട്ടെന്നേ ഉള്ളൂ. ആന്റി പേടിക്കണ്ട, വേറെ ഒന്നുമില്ല, ഒന്ന് BP കൂടിയതാ. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഇത്രയ്ക്ക് മനസ്സ് വേദനിപ്പിക്കാൻ എന്തു പറ്റി സുധേട്ടാ? മറച്ചു പിടിക്കാതെ എന്നോട് പറ സുധേട്ടാ. അവള് നമ്മളെ ചതിച്ചു. നമ്മളെ മാത്രമല്ല, എല്ലാരെയും ചതിച്ചു. എല്ലാരും. ആരുടെ കാര്യം നീ
നിങ്ങൾ ഈ പറയുന്നേ? ആന്റി, ജ്യോതി ചേച്ചിയുടെ കാര്യ അങ്കിൾ ഉദ്ദേശിച്ചത്. അവളെന്ത് ചെയ്തു? അശലതേ, ആ പത്മാവതി അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഒന്ന് കാണാൻ. അതിനി നടക്കത്തില്ല. അത് കള്ളഗർഭമായിരുന്നു. അവൾ അഭിനയിച്ചതാ. അവൾക്കൊരു വിശേഷവും ഇല്ലായിരുന്നു. ആ കഥയറിയാതെ ആട്ടം കണ്ട നമ്മളൊക്കെ വിഡ്ഢികളായി. പമ്പര വിഡ്ഢികൾ. അപ്പൊ ഇത്രയും ദിവസം അവള് കാട്ടിക്കൂട്ടിയതൊക്കെ കള്ളത്തരായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ, ശുദ്ധ കള്ളത്തരം. നിനക്കറിയണോ എന്താ സംഭവിച്ചെന്ന്? എന്റെ ദേവി, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? അശലതെ, നമ്മളിനി എങ്ങനെയാ അമരാവതിയിലുള്ളവരുടെ മുഖത്ത് നോക്കും? അങ്കിളെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതിന്റെ പേരില് അമരാവതിയില് അവര് തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചില് തട്ടാതെ നോക്കണം. നമുക്ക് എന്ത് ന്യായം പറയാൻ പറ്റും ചെയ്യാൻ? അവരവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നമുക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യൂ? അവളെ അവർ ഉപേക്ഷിക്കൂ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ കള്ളത്തരം കാണിച്ച ഭാര്യയോട് അവൻ എങ്ങനെ ക്ഷമിക്കും? അമരാവതിയിൽ ഒരു അനന്തരാവകാശിക്ക് വേണ്ടി എത്ര പ്രാർത്ഥനയും നേർച്ചയും കഴിച്ചതാ ആ പത്മാവതി അമ്മ. ആ അമ്മയുടെ മനസ്സിനല്ലേ നമ്മുടെ മോള് മുറിവേൽപ്പിച്ചത്. അങ്കിളെ, ഇനി അധികം സംസാരിച്ച് BP കൂട്ടണ്ട. ഇന്നിനെ ഒന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. പോകുന്ന വഴിക്ക് ഞാൻ DK ഒന്ന് കാണാം. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. എനിക്കിതൊക്കെ കേട്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. പ്രിയമോൾ ഇങ്ങനെ ചെയ്താൽ നീ അവളോട് ക്ഷമിക്കൂ? പിന്നെ എങ്ങനെ നമുക്ക് അവനോട് ക്ഷമിക്കാൻ പറയാൻ പറ്റും? അല്ലെങ്കിലും നിങ്ങളിത് അനുഭവിക്കണം. കുട്ടിക്കാലം മുതലേ അവള് ചെയ്യുന്ന എല്ലാത്തിനും നിങ്ങൾ കൂട്ടുനിന്നു. പ്രിയമോൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്തു. അവള് കാണിച്ച അഹങ്കാരമെല്ലാം മണ്ടത്തരമായിട്ട് എഴുതി തള്ളി. ഇപ്പതേ സ്വന്തം ജീവിതം വരെ താഴെയിട്ട് തല്ലി പൊട്ടിച്ചു. ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന പണിയാണോ ഇത്? അനുഭവിക്കട്ടെ. ഇനി വരുന്നതെല്ലാം അവള് തന്നെ അനുഭവിക്കട്ടെ. ആന്റി, എന്തുകൊണ്ടാണ് ജ്യോതി ചേച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞെന്ന് നമുക്കറിയില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ മുൻനിർത്തി വെറുതെ ഇങ്ങനൊരു കള്ളം പറയാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളാണോ ചേച്ചി? എന്തെങ്കിലും ഒരു കാരണം കാണും. അതെന്താണെന്ന് അന്വേഷിച്ച് അതിനാദ്യം പരിഹാരം കാണണം. എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി നാട്ടുകാരോട് വീട്ടുകാരോട് എന്ത് സമാധാനം പറയും? ഗർഭിണിയായ മോളുടെ ഗർഭം ഒരു ദിവസം കൊണ്ട് മാഞ്ഞുപോയി. ആളുകൾ കളിയാക്കില്ലേ? അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇതുവരെ അവൾ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചു. പക്ഷേ ഇതൊരു കൈവിട്ട കളിയായിപ്പോയി. ജയപ്രകാശേ, DKയുടെ മോനും സംസാരിക്കണം. എനിക്കിനി ഒന്നിനും വയ്യ. മക്കൾ നമ്മുടെ അഭിമാനം വാനത്തോളം ഉയർത്തുമെന്ന് നമ്മൾ വെറുതെ സ്വപ്നം കാണും. പക്ഷേ ഇതിപ്പോ പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയിരിക്കുക. ഇതിലും ഭേദം മരിക്കുന്നതായിരുന്നു. ഇതിപ്പോ സ്വന്തം മോളായതുകൊണ്ടാ ഈ കരച്ചിലും പിഴിച്ചിലും. പ്രിയമോളെങ്ങാനും ആയിരുന്നെങ്കിലേ ഈ വീടെടുത്ത് മറിച്ചേനെ. ആന്റി, ഒന്നും പറഞ്ഞ് അങ്കിളിനെ വിഷമിപ്പിക്കണ്ട. സങ്കടം സഹിക്കാതെ വന്നിട്ടാ BP കൂടി ബോധം പോയത്. ആഹാരത്തിന് ശേഷം കൊടുക്കാനുള്ള മരുന്നുകളാ അത്. ഞാൻ ഇറങ്ങുവാ. മോനിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തേലും എടുക്കാം. ഒന്നും വേണ്ട, എനിക്ക് DK ഒന്ന് കാണണം. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ശരി. അല്ലെങ്കിലും
മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ഇങ്ങനെയുടെ അല്ലേ വിത്ത്. ഞാനിതെല്ലാം കൂടി ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കുമായിരുന്നു. എപ്പോഴാ പോവേണ്ടി വരുന്നെന്ന് അറിയില്ലല്ലോ. നാളെ തന്നെ ടിക്കറ്റിന് പറയട്ടെ? വേണ്ട. അതെന്താ? കഴിഞ്ഞ ദിവസത്തെ തീരുമാനം ഇപ്പൊ മാറ്റിയോ? കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോ. കാര്യങ്ങളാകെ മാറിയില്ലേ? ജ്യോതി ഗർഭിണി അല്ലെന്ന് തെളിഞ്ഞില്ലേ? അതുകൊണ്ട് കാര്യമുണ്ട് കമലേച്ചി. യാത്ര നമുക്ക് കുറച്ചുകൂടി മാറ്റിവെക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഇത് കള്ളഗർഭാണെന്ന് നിന്നോട് ഞങ്ങൾ എത്ര തവണ പറഞ്ഞു? നീ വിശ്വസിച്ചോ? എവിടുന്ന്? ജ്യോതിയുടെ കൂടെ കൂടി നമ്മുടെ നേരെ വരുന്നതായിരുന്നു രീതി, അല്ലേ ചിത്രേ? ജ്യോതി കള്ളം പറയുമെന്ന് ഞാൻ അറിഞ്ഞോ? ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷം വന്നപ്പോ ഞാൻ അതിനൊപ്പം നിന്നു. ഇനി നാളെ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ പ്രഗ്നൻസി ഉണ്ടായാ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ. ഞങ്ങൾ അങ്ങനെ കള്ളൊന്നും പറയില്ല. അവൾ എന്തൊക്കെ കള്ളത്തരങ്ങളെ പറഞ്ഞു കൂട്ടിയത്. എന്നവള് മാങ്ങപറിക്ക് മാവ് വരെ കയറ്റി. ഉറുമ്പിന്റെ കടി കൊണ്ട് തൊക്കെ പാഴായി. താരേച്ചി, ഒരു മാങ്ങ പറിച്ചതും തിന്നതും ഒക്കെയാണോ പ്രശ്നം? ജ്യോതി ഇത് സംബന്ധിച്ച സാഹചര്യം കൂടെ നോക്കണ്ടേ? അവള് പറഞ്ഞില്ലേ DKയുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവളിതൊക്കെ ചെയ്തെന്ന്. അതിന് അവൾ അങ്ങനെ അങ്ങ് തെറ്റു പറയാൻ പറ്റുമോ? വേണ്ട, തെറ്റു പറയണ്ട. നീ എടുത്ത് തലേ വെച്ചോ. അവളുടെ കാലില് തൈലം വരെ തേച്ചു കൊടുത്തു. ഓർക്കുമ്പോ നാണക്കേട് തോന്നുന്നു. നമ്മൾ അവളുടെ കാല് പിടിച്ചപ്പോ അവള് മനസ്സിൽ എന്തായിരിക്കും കരുതിയത്? നമ്മളെ കൊണ്ട് കാല് പിടിപ്പിക്കാൻ കിട്ടിയ അവസരം അവള് നന്നായിട്ട് ഉപയോഗിച്ചു. ഓർത്തിട്ട് സഹിക്കുന്നില്ല മായജി. സാരമില്ല, ഇതിനുള്ള പണി നമ്മൾ അവക്ക് തിരിച്ചു കൊടുക്കും. നോക്കിക്കോ. അതെ, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ചാടി പുറപ്പെടാതിരിക്കുന്ന നല്ലത്. അമ്മയെ വിശ്വസിച്ചാണെങ്കിൽ തീർത്തും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും അമ്മ ജ്യോതിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടില്ല. അതെങ്ങനെ നിനക്കറിയാം? പണ്ടത്തെ പോലുള്ള സംഭവമല്ല ഇപ്പൊ നടന്നത്. DK അവള് ചതിച്ചത്. അമ്മയോ? ആ പാവത്തിനെ പോലും വഞ്ചിച്ചില്ലേ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ പകൽക്കിനാവ് കണ്ട് നടന്നോ? എവിടെയെങ്കിലും ചെന്ന് വീഴുമ്പോഴേ രണ്ടാളും പഠിക്കൂ. ഉണ്ടക്കണ്ണമ്മച്ചനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ അഭിനയിച്ചത് തന്നെയാ. ഇനി ഇതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ, ഞാൻ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്ത് നിങ്ങൾ അകത്താക്കും. നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഒരു കൊമ്പൊടിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് ചെയ്തത്. നിന്നെ പോലെ അഹങ്കാരി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടി, മര്യാദ വേണം, അന്തസ് വേണം, ആത്മാഭിമാനം വേണം. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് താൻ ഗർഭിണിയാണെന്ന് കള്ളം പറയോ? ആരും പറയില്ല. പക്ഷെ നീ പറഞ്ഞു. എന്തിനാണ് നീ ഇങ്ങനെ കള്ളത്തിന് പറഞ്ഞ് എല്ലാരും പറ്റിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. നിങ്ങൾ എന്നെ എന്തോ ചെയ്യും? എന്റെ പേരിൽ കേസ് കൊടുക്കുവോ? എന്നെ ജയിലിൽ കിടത്തോ? എന്നത്താ കേസ് കൊടുക്കുന്നേ? നെകളിക്കല്ലേ, വല്ലാണ്ടങ്ങ് നെകളിക്കല്ലേ. കിട്ടിയ സൗഭാഗ്യങ്ങളിൽ കൂടുതൽ അഹങ്കരിക്കരുത്. പിന്നെ ഒലക്കഴ മൂട സൗഭാഗ്യേ. നിങ്ങളെ പോലൊരു മണങ്ങണാഞ്ചന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദമേ ഏതെങ്കിലും ട്രെയിൻ കൊണ്ടുപോയി തല വെക്കുന്നതാ. എന്നാ പോയി തല വെക്കടി, എനിക്ക് അത്രയെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ്. സുപ്രിയ പോയപ്പോ ഞാൻ, ഇനി ഞാൻ പോയ ഹരിപ്രിയ. അതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അത് മോനങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. എന്തൊരു പൂതി. മുൻ ഭാര്യയുടെ അനിയത്തിങ്ങോട്ട് വന്നപ്പോ മുതൽ എന്തായിരുന്നു ഒരു ഇളക്കം. അവളെ കുറിച്ച് അനാവശ്യം പറയരുത്. അയ്യോ പൊള്ളിയല്ലേ. അവളെ കുറിച്ച് പറഞ്ഞപ്പോ വേദനിച്ചല്ലേ? ഞാൻ അവളെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്, നിങ്ങളെ കുറിച്ചാ. നിങ്ങളെ കുറിച്ച് മാത്രം. അവളെയും കൊണ്ട് ചുറ്റാൻ പോകുന്നു, പർച്ചേസിങ്ങിന് പോകുന്നു, പഴയ ഓർമ്മകളുടെ കൂടെ പോകുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം. ഓ എന്റെ ഭഗവാനെ,
ഭാര്യയാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് പോലുമില്ല ചിന്തയില്ലാതെയാ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കുന്നത്. അനാവശ്യം പറയരുതെന്ന്.